നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ കേരളത്തിലെത്തിയിരിക്കുകയാണ്. കുറച്ചു ദിവസത്തെ പരിപാടികളുമായിട്ടാണ് ദ്രൗപദി മുർമു കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് ശബരിമലയിൽ സന്ദർശനം നടത്തും. ഇന്ന് രാവിലെ 9:10 രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുന്ന രാഷ്ട്രപതി ഹെലികോപ്റ്ററിലാണ് ശബരിമലയിലേക്ക് പോകുക. പക്ഷേ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിലെ ക്രമീകരണങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുക. നേരത്തെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. രാവിലെ പ്രമാടത്ത് ഇറങ്ങി റോഡ് മാർഗമായിരിക്കും പമ്പയിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം കാരണമാണ് ഇങ്ങനെ ഒരു മാറ്റം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ യാത്രയിൽ വരുത്തിയിരിക്കുന്നത്. പമ്പയിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തെത്തും. 18-ാം പടിക്ക് മുന്നിൽ മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി രാഷ്ട്രപതിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് 18-ാം പടി കയറും. 12:10 അയ്യപ്പ ദർശനം. ഉച്ചപൂജയും തൊഴുത ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും. പിന്നാലെ ഹോട്ടൽ ഹയാത്ത് റീജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിലും ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 23-ാം തീയതി രാവിലെ 10:30 രാജ്ഭവനിൽ KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം. ഉച്ചയ്ക്ക് 12:50 വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യാതിഥിയാകും. 24-ാം തീയതി രാവിലെ 11:35 കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഇറങ്ങുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ബോൾഗാട്ടി പാലസിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകിട്ട് 4:05 അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചുപോകും. വൈകിട്ട് 6:20 രാഷ്ട്രപതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണറും മുഖ്യമന്ത്രി മേയറും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുള്ള 2 ദിവസങ്ങളിലും രാജ്ഭവനിലാണ് താമസിക്കുന്നത്. ഇന്നാണ് ശബരിമല സന്ദർശനം. അത് കഴിഞ്ഞ് വൈകിട്ട് ഗവർണർ തലസ്ഥാനത്തെ ഹോട്ടലിൽ ഒരുക്കുന്ന അത്താഴ വിരുന്നിലും പങ്കെടുക്കും. പിറ്റേ ദിവസം രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം ഉച്ചയ്ക്കാണ് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വൈകിട്ട് 4:15 പാലാ സെന്റ് തോമസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത ശേഷം കുമരകത്ത് റിസോർട്ടിൽ താമസിക്കും. 24-ന് 12-ന് കൊച്ചി സെന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷത്തിൽ സംബന്ധിച്ച് വൈകിട്ട് 4:15 ഡൽഹിക്ക് തിരിക്കുന്നത്. അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മല കയറുന്നത് പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച ശേഷമാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പത്നി അനഘയും കെട്ട് നിറച്ച് ശബരിമലയിലേക്ക് രാഷ്ട്രപതിയെ അനുഗമിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ തീരുമാനം മാറ്റി. പമ്പാ സ്നാനത്തിന് പകരം രാഷ്ട്രപതിക്ക് കാൽ കഴുകി ശുദ്ധി വരുത്തുന്നതിനായി ത്രിവേണി പാലത്തിന് സമീപം ജലസേചന വകുപ്പ് പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിന് പമ്പ ഗണപതി കോവിലെത്തും. 11:10 4 വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെടും. 6 വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടാകും. 11:50 സന്നിധാനത്തെത്തുക. 18-ാം പടി കയറി 12:20 അയ്യപ്പ ദർശനം നടത്തും. ഉച്ചപൂജയും കണ്ട് തൊഴുത ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. 3:00 നിലയ്ക്കലിലേക്ക് മടങ്ങി 4:20 ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും.